ദൈവമായ കർത്താവ് ഒരു ദിവസം കൂടി നമ്മുടെ ജീവിതത്തെ നീട്ടിത്തന്ന് അനുഗ്രഹിച്ചിരിക്കുകയാണ്. നല്ല ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തെ മഹത്വം കൊടുത്ത് നമ്മളായിരിക്കുമ്പോഴും ഇന്നത്തെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗമായിട്ട് കഷ്ടതയുടെ വേദനകളിൽ കൂടി കടന്നു പോകുന്ന ഓരോ മകളെ നമുക്ക് ദൈവകരങ്ങളിൽ കൊടുത്ത് നമുക്ക് ഇന്നത്തെ ദിവസം പ്രത്യേകം പ്രാർത്ഥിക്കാം. യോനാ പ്രവാചന പുസ്തകം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്റെ കഷ്ടതയിൽ ഞാൻ എന്റെ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരം അരുളി. പാതാളത്തിന്റെ ഉത്തരത്തിൽ നിന്ന് ഞാൻ നിലവിളിച്ചു, അവിടുന്ന് എന്റെ നിലവിളി കേട്ടു. ഒരുപക്ഷെ കടന്നു പോകുന്ന വഴികള് നമുക്ക് പോലും അറിയില്ല എങ്ങനെയാണ് ദൈവമേ മുന്നോട്ട് പോകാൻ പറ്റുന്നത്. പക്ഷെ നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ച ദൈവം നമ്മളോട് പറയുകയാണ്, നീ കടന്നു പോകുന്ന സങ്കടങ്ങളുടെ, തീരാ ദുഃഖത്തിന്റെ, നോവിന്റെ, ബുദ്ധിമുട്ടിന്റെ, പ്രയാസത്തിന്റെ, ദുർഘടമായ ഓരോ സാഹചര്യങ്ങളിലൂടെ നീ കടന്നു പോകുമ്പോൾ ആ കഷ്ടതയുടെ, ആ പാതാളത്തിന്റെ ഉദരത്തിൽ നിന്ന് നിന്റെ നിലവിളി കേൾക്കാൻ കഴിവുള്ള നിന്റെ ദൈവം ഒരിക്കലും നിന്നെ കൈവിടുകയില്ല. പ്രവാചകൻ പറയുന്ന ഒരു കാര്യമുണ്ട്, അവിടുന്ന് തന്നെ ആഴത്തിലേക്ക്, സമുദ്രമധ്യത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ഒരുപക്ഷെ നിനക്ക് മുമ്പിൽ പർവ്വതങ്ങളായിരിക്കാം, മലകളായിരിക്കാം, സമുദ്രമായിരിക്കാം, പെരുവെള്ളമായിരിക്കാം. പക്ഷെ ഏതൊക്കെ പ്രവാഹം നിനക്കെതിരെ വളഞ്ഞാലും, ഏതൊക്കെ തിരമാലകൾ നിന്റെ മുകളിലൂടെ ജീവിതത്തിലൂടെ കടന്നുപോയാലും ദൈവമായ കർത്താവ് നിന്നെ ഒരിക്കലും കൈവിടുകയില്ല. വചനം പഠിപ്പിക്കുന്നുണ്ട്, സമുദ്രം എന്നെ വലയം ചെയ്തിരിക്കുന്നു, ആഴി എന്നെ ചുറ്റിയിരിക്കുന്നു, പായൽ എന്റെ തലം വരിഞ്ഞു മുറുകിയിരിക്കുന്നു. പക്ഷെ പർവ്വതങ്ങൾ വേരുപാകിയായിരുന്നാലും, സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് നീറങ്ങി ചെല്ലേണ്ടി വന്നാലും, അതിന്റെ ഓടാമ്പലുകൾ എന്നേക്കുമായിട്ട് നിനക്ക് മുമ്പിൽ അടച്ചുപൊട്ടിയാലും, ഏതൊക്കെ അവസ്ഥയിലൂടെ നീ കടന്നുപോയാലും നിന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് പൊക്കിയെടുക്കുവാൻ കഴിവുള്ള ദൈവമായ കർത്താവ് നിന്നെ ഒരിക്കലും കൈവിടുകയില്ല. നിന്റെ ദുഃഖങ്ങള്, നിന്റെ രോഗങ്ങള്, നിന്റെ സങ്കടങ്ങള്, നിന്റെ കടബാധകള്, നിന്റെ രോഗപീഠകള്, നീ കടന്നു പോകുന്ന ഓരോ മേഖലയിലും കർത്താവ് നിന്നെ കാക്കും. പ്രവാചകൻ പറയുന്നുണ്ട്, എന്റെ പ്രാർത്ഥന അങ്ങയുടെ അടുക്കിലെത്തി. അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തില്, സ്വർഗത്തിൽ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ സ്വർഗത്തിലെ പിതാവായ ദൈവം നമുക്ക് വേണ്ടി വാതിൽ തുറന്നിരിക്കുന്നതാണ്. ആ തുറക്കപ്പെട്ട വാതിലായ യേശുവിന്റെ നാമം, യേശുവിന്റെ വചനത്തിന്റെ ശക്തി നമ്മെ, നമ്മുടെ കുടുംബത്തെയും, നമ്മുടെ ചുറ്റും ലോകം മുഴുവനെയും അനുഗ്രഹിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മ മാതാവിന്റെ വലിയ സംരക്ഷണം, യേശുനാമത്തിന്റെ ശക്തി, വചനത്തിന്റെ കോട്ട കെട്ടി, വിശുദ്ധ കുരിശിന്റെ തിരുരക്തത്തിന്റെ സംരക്ഷണം മുദ്ര തന്ന് നമ്മെ, നമ്മുടെ കുടുംബത്തെയും, നമ്മൾ ഇന്ന് കാണുന്നവർ, കേൾക്കുന്നവർ, അറിയുന്നവരൊക്കെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവം നമുക്ക് ഓരോരുത്തർക്കും നല്ലൊരു അനുഗ്രഹം നിറഞ്ഞ ഒരു ദിവസം, അത്ഭുതങ്ങൾ കാണുവാൻ, അടയാളങ്ങൾ കേൾക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്ന ദിവസമാണ്.